ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നെഗറ്റീവ് തിങ്കിങ് ഇതിനെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നെഗറ്റീവ് തിങ്കിങ് എങ്ങനെ നമ്മളെ ബാധിക്കും, പിന്നെ ഇതിനൊക്കെ ഒരു അവോയ്ഡ് ചെയ്യാനുള്ള ടിപ്സ് വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നെഗറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ മൈൻഡിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങളുടെ തോട്ട്സ് ഞങ്ങളുടെ പേഴ്സണാലിറ്റീനെ നശിപ്പിക്കാനുള്ള ഒരു തിങ്കിങ് ആണ് നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ എന്തൊക്കെയാണ് ഇത് നെഗറ്റീവ് തിങ്കിങ് ഏത് കൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന് വിശദീകരിക്കാം. അപ്പോൾ ആദ്യമായിട്ടെന്ന് പറയുന്നത്, നമ്മൾക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നേരിടുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലാതെ ആവുന്നതും, പിന്നെ ഞങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നെ സംശയങ്ങൾ വരാൻ തുടങ്ങുമ്പോഴാണ് ഞങ്ങളുടെ മൈൻഡിൽ നെഗറ്റിവിറ്റി അത് ഉണ്ടാവുന്നത്. അത് നല്ല തോട്ട്സിനെ നെഗറ്റീവായി മാറ്റാനുള്ള ശക്തി ഇതിന് കഴിവുണ്ട്. അപ്പോൾ ഇതിന് ഒരു കാരണം ഇത് ഡിപ്രഷൻ ആവാം. പിന്നെ ചില ആളുകൾ സൂസൈഡ് അറ്റംപ്റ്റ്സ് ചെയ്യും. ഇപ്പോഴത്തെ ജനറേഷൻ ഒരുപാട് കെയർ എടുത്തില്ലെങ്കിൽ വഴിത്തിരിവിലേക്കാണ് ചെന്നെത്തിപ്പെടുന്നത്. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ എപ്പോഴും പോസിറ്റീവായിട്ടാണ് നമുക്ക് ജീവിതത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് വെക്കേണ്ടത്. പിന്നെ പോസിറ്റീവായിട്ട് എപ്പോഴും തിങ്ക് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ ഇത് പ്രേയേഴ്സിലൂടെ ആവാം. പിന്നെ ഞങ്ങളുടെ ഹോബീസ് ഞങ്ങൾ ശീലിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് നെഗറ്റിവിറ്റി ബാധിക്കാറില്ല. നെഗറ്റീവ് തോട്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കംപ്ലീറ്റ്ലി ആയിട്ട് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നെഗറ്റീവ് തിങ്കിങ് എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് ഞാൻ പറയാം. അപ്പോൾ മുന്നത്തെ പറയുന്നത് പോലെ തന്നെ നമുക്ക് മെൻ്റലി ഡിസ്റ്റർബ് ആവുന്ന ഒരു തോട്ട്സിലേക്കാണ് അത് നെഗറ്റിവിറ്റി തിങ്സ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നല്ല പോസിറ്റീവായിട്ട് നല്ല ശീലങ്ങൾ ഞങ്ങൾ ശീലിക്കുക ജീവിതത്തിൽ. അതായത് ഇത് ബുക്സ് വായിക്കാനാവാം, പിന്നെ റൈറ്റിംഗ് ഹാബിറ്റ് ആവാം, പിന്നെ തന്നെക്കുറിച്ച് താനെ ചിന്തിച്ച് പുതിയ സ്കിൽസൊക്കെ പഠിക്കുന്നതാവാം. പിന്നെ ഡേ ടു ഡേ നമ്മളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുക, അതായത് പുതിയ ലാംഗ്വേജ് പഠിക്കുക. പിന്നെ ഞങ്ങൾ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ ഇത് ഹെൽപ്പാവും. പിന്നെ ക്രിയേറ്റിവിറ്റി റൈറ്റിങ്ങിലൂടെ ക്രിയേറ്റിവിറ്റി ഞങ്ങളുടെ മൈൻഡ് ഇനി നന്നായി വളരുകയും ചെയ്യും. ഡെവലപ്പ് ചെയ്യാൻ ഒരു സഹായകരമാണ്. അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ലേണിംഗ് ഈസ് ലൈഫ് ലോങ് പ്രോസസ്സാണ്. ഏജ് ഓൾഡ് വരെ നമുക്ക് പഠിക്കാൻ കുറേ ഉണ്ട് ഈ ഉലകത്തിൽ. അപ്പം നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് നമ്മളുടെ കാഴ്ചപ്പാട് വയ്ക്കുക. അപ്പോൾ നെഗറ്റീവ് തിങ്കിങ് ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ വേറെ വഴികളെന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യാം, പിന്നെ വാക്കിംഗ് ചെയ്യാം. രാവിലെ വേഗം എഴുന്നേൽക്കുക, അതായത് 5:30-6 മണിക്ക് എഴുന്നേറ്റിട്ട് പിന്നെ വീട്ടു ജോലികളൊക്കെ ചെയ്യുക. ഇങ്ങനെ തന്നെത്താനെ ഒരു ഇത് ഓക്യുപ്പൈഡായി വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് നെഗറ്റിവിറ്റി തിങ്കിങ് വരാറില്ല. അപ്പോൾ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഡോക്ടറിനെയോ കാണാം, ഇല്ലെങ്കിൽ കൗൺസിലിങ്ങിലോട്ട് പോകാവുന്നതാണ്. സൈക്കാട്രിസ്റ്റിനെ കാണുക, ഒരു കൗൺസിലിംഗ് എടുത്തിട്ട് അത് നമുക്ക് ഉപയോഗകരമാവുന്നത് പോലെ
അത് നമ്മൾ ലൈഫിൽ ശീലിക്കുക. അവർ പറയുന്ന ഒരു വഴിയിലൂടെ നമ്മളെ ചിന്തിച്ച് പോകുന്ന രീതിയാണിത്. സൈക്കാട്രിസ്റ്റ് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ ഞങ്ങളുടെ കുറിച്ച് ചിന്തിച്ചിട്ട് വേണം ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ പോസിറ്റീവിലൂടെ ഞങ്ങൾക്ക് പുതിയ പുതിയ അറിവുകളുണ്ടാവും. പിന്നെ ഞങ്ങളെപ്പറ്റി ഞങ്ങൾ ഒരുപാട് ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ മുമ്പിൽ ഇത് ഗോൾസ് സെറ്റ് ചെയ്യാനും പുതിയ പുതിയ എവിടേക്കാണ് എൻ്റെ എയിം എന്താണ് ജീവിതത്തിൽ, ഞാൻ എന്തിനാണ് ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് മുമ്പോട്ട്, ഇനി ഞാൻ എങ്ങനെ വളരണം, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ നല്ല നല്ല വഴികൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇത് നെഗറ്റീവ് തിങ്കിങ് ഒക്കെ കുറയ്ക്കാനും ഈ ജേർണൽ സഹായിക്കും. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരുപാട് ഓക്യുപ്പൈഡായിട്ടിരിക്കുക. ഫ്രണ്ട്സിൻ്റെ കൂടെ ചുറ്റാൻ പോവുക, ഫ്രണ്ട്സിൻ്റെ കൂടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, മിണ്ടുക. വാട്സപ്പ് മെസ്സേജ് ഉണ്ട്, അപ്പോൾ കോണ്ടാക്ട്സ് ഉണ്ട്, അപ്പോൾ കോൾ ചെയ്യുക, സംസാരിക്കുക. മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ പഴയ തെറ്റായ ചിന്തകളൊന്നും ഞങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവാണ്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ തന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നെഗറ്റീവ് തിങ്കിങ്, പിന്നെ ഇത് ഓവർ തിങ്കിങ്, ചില ഇതൊക്കെ ഞങ്ങളുടെ പേഴ്സണാലിറ്റിനെ നശിപ്പിക്കപ്പെടുന്നതാണ്. അപ്പോൾ പോസിറ്റീവായ ആറ്റിറ്റ്യൂഡ്, പിന്നെ സെൽഫ് മോട്ടിവേഷന്, ഇങ്ങനെയൊക്കെ വളർത്തിയെടുക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റാണ്. ജീവിതത്തിൽ എപ്പോഴും ഇത് സഹായിക്കുന്നതാണ്. അപ്പം എന്തെങ്കിലും ഒരു സ്ട്രഗിൾ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഉള്ളിലുള്ള ഒരു സെൽഫ് കോൺഫിഡൻറ്റ് ആയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ജീവിതത്തിൽ ഫേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ സഹായവും എടുക്കാം, പേരൻസിൻ്റെ സഹായം എടുത്തിട്ടും നമുക്ക് ഒരു ധൈര്യത്തോടെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ എപ്പോഴും ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നെഗറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് അവോയ്ഡ് ചെയ്യാൻ എപ്പോഴും ഓക്യുപ്പൈഡായിട്ടിരിക്കണം. ഒരു തിങ്കിങ് പോലും നമുക്ക് ബാധിക്കാതെ നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ടിപ്സൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. അപ്പോൾ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.